കണ്ടെത്താൻ ഗ്രാമത്തിലേക്ക് പോണമെന്നുണ്ടോ? ഉത്സവം വരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ആ സഹായം ഇപ്പൊ തന്നെ ചെയ്താ ഇവർക്കും അത് സന്തോഷായിരിക്കില്ലേ? വൈദേഹി, സഹായം എന്നാൽ ആവശ്യമുള്ളത് കൊടുക്കാന്ന് മാത്രമല്ല, എപ്പോഴെന്ത് സഹായത്തിനും നമ്മൾ അവർക്കൊപ്പം ഉണ്ടെന്നൊരു ധൈര്യവും കൊടുക്കണം. അതിന് ചിലപ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ടി വരും. മാത്രമല്ല, അവരിൽ ഒരാളായിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരും. അതെ മോളെ, രാജാവ് എപ്പോഴും പ്രജകളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ശരിയാണമ്മേ. പക്ഷെ ഡേവിഡിന് ഇപ്പൊ അവിടേക്ക് പോയ ഉണ്ടാവാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ. അത് പറയാനും എനിക്ക് പറ്റില്ല. ഡേവിഡും പോകാൻ പാടില്ല. അതിനെന്താ ചെയ്യാ? ഈ കാർഷികോത്സവം കർഷകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ കൊതി ഞാൻ അവിടെ ചെന്ന് തീർക്കും. ഞാനും വരുന്നുണ്ട് വാസുദേവന്റെ കൊച്ചുമോളെ സ്വന്തമാക്കാൻ. നിനക്ക് വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോന്ന് ഇപ്പൊ പറയാം. ഊർമിളെ, വരുണേ, നീ തന്നെയാണോ? വരുണേ, ഞാൻ തന്നെയാ. ഇവിടെ ആരും ഇല്ല ഊർമിളെ, അതുകൊണ്ടാ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞേക്കാന്ന് കരുതിയേ. എന്താ? ദേവനും വൈദേഹിക്കും ഒരു പണി കൊടുക്കാൻ വേണ്ടി നല്ലൊരു അവസരം ഒത്തുകിട്ടിയിരിക്കുക. എല്ലാരും കൂടി ഗ്രാമത്തിലേക്ക് പോവാ. അവിടെ വച്ച് നമുക്കൊരു പണി കൊടുക്കണം. എല്ലാം ഞാൻ നോക്കിക്കോളാം. മതി വരുണേ, ഇനി ഈ പ്ലാനുകളൊന്നും വേണ്ട. ഇത്രയും കാലവും ബുദ്ധിയില്ലാണ്ട് നിങ്ങളുടെ കളിക്ക് ഞാൻ കൂട്ടുനിന്നു. ഇനി ഈ ഇരുൾ നിറഞ്ഞ ജീവിതം എനിക്ക് മടുത്തു. പൊയ്ക്കോ ഇവിടുന്ന്. ഇനി വൈദേഹിയുടെയും ദേവന്റെയും ജീവിതം തകർക്കണമെന്നും പറഞ്ഞ് ഐഡിയകളുമായിട്ട് എന്റെ അടുത്തേക്ക് വരരുത്. നീയും മാറണം, അല്ലെങ്കിൽ വലിയ ഗർത്തത്തിലേക്കായിരിക്കും വീഴുക. പൊയ്ക്കോ വരുൺ. നിനക്ക് മാറ്റമുണ്ട് ഊർമിളെ, ഇനി ഞാൻ വിശ്വസിക്കും. പ്ലാനാണത്രേ. ഇത്രയും കാലം ഇങ്ങനെ പ്ലാൻ കളിച്ച ഇന്നിങ്ങനെ കണ്ണില്ലാണ്ടിരിക്കുന്ന എനിക്കിനി ഒന്നും വേണ്ട. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കിങ്ങനെ ജീവിച്ചാ മതി. ഊർമിളെ, ഊർമിളെ, എന്താ ചെറിയമ്മേ? മോനോടിപ്പോ പറഞ്ഞതല്ലേ ഉള്ളൂ, പിന്നെന്തിനാ ചെറിയമ്മ വന്നേ? ഇങ്ങനത്തെ കാര്യമായിട്ട് എന്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞതല്ലേ? ആരോട്? എന്നോട് പറഞ്ഞെന്നോ? ഞാനിപ്പോ ഇവിടെ വന്നേ ഉള്ളൂ, പിന്നെ എങ്ങനെ എന്നോട് പറഞ്ഞേ? ഇപ്പൊ വന്നതേ ഉള്ളോ? അപ്പൊ മുമ്പേ വന്നതോ? മനസ്സിലായി. അജയൻ വരുണിനെ പോലെ സംസാരിച്ച് എന്നെ ചെക്ക് ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ സത്യം മാത്രമാ പറഞ്ഞു. എന്താ ഊർമിള മിണ്ടാത്ത? എന്ത് പറയണോന്നാ? എന്തിനാ നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്ന്? ഇന്നലെ ഒരു വലിയ തെറ്റുപറ്റിപ്പോയി ഊർമിളെ. വല്യച്ഛന്റെ ആത്മാവ് നിന്നിലേക്ക് പ്രവേശിച്ച് ഞങ്ങളെ പിടിച്ചു കൊടുക്കുകയായിരുന്നെന്ന് പിന്നെ മനസ്സിലായത്. അത് നീയാണെന്ന് ഞങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചു ഊർമിളെ. ഇനി ആ ആത്മാവിന്റെ കാര്യത്തിലും പേടിക്കേണ്ട കാര്യമില്ല ഊർമിളെ. ഞങ്ങളൊരു മന്ത്രവാദിനെ കണ്ട് ആ ആത്മാവിനെ തളച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടാൻ ഇനി നമ്മൾ വെക്കുന്ന ഓരോ ചുവടും വിജയത്തിലേക്കായിരിക്കും ഊർമിളെ. ഇനി ഈ ചുവടും വിജയവും ഒന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി അങ്ങോട്ട് ഒരു കളവിനും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. എന്ത്? നീ കൂടെ നിൽക്കില്ലെന്നോ? നിന്റെ കണ്ണു മാത്രമല്ലേ പോയുള്ളൂ, ബുദ്ധി പോയില്ലല്ലോ. ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല വരുൺ. ഇത്രയും കാലം മരവിച്ച ബുദ്ധി ഇപ്പോഴാ എനിക്ക് തിരിച്ചു കിട്ടിയത്. ഇത്രയും കാലവും നീ പറയുന്നത് കേട്ട് ഞാൻ ആരാണെന്നുള്ളത് തന്നെ മറന്നു പോയിരുന്നു. ഇപ്പൊ ഊർമിളയായി ചിന്തിക്കുമ്പോ എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഒരു മഹാറാണിയാവാൻ വേണ്ടി ചീത്ത വഴികളിലൂടെ സഞ്ചരിക്കേണ്ട കാര്യമില്ല. ഞാൻ മര്യാദയ്ക്ക് നിന്ന എന്റെ കുടുംബത്തിലുള്ളവര് എന്നെ മഹാറാണിയാക്കുമെന്ന് ഉറപ്പാ. എന്ത് വിഡിത്തായി പറയുന്നേ? നിന്റെ തലയ്ക്ക് സ്ഥിരത ഇല്ലാതായോ? മതി ചെറിയമ്മേ, ഇത്രയും കാലം അങ്ങനൊക്കെ തന്നെയായിരുന്നു. ഇപ്പോഴാണ് ശരിയായത്. ഇത്രയും കാലവും ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ ഞാൻ ശ്രമിച്ച ആ വൈദേഹിയാണ് എന്റെ ജീവൻ രക്ഷിച്ച്. അല്ലെങ്കിൽ ഇന്നിങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. അപ്പോ കഴുത്തെ കത്തി കുത്തി കയറാൻ പോയപ്പോ
രക്ഷപ്പെടുത്തിയതുകൊണ്ടാണോ നിന്റെ ഈ മാറ്റം? അല്ല വരുൺ, ഇത്രയും കാലം ഞാൻ സ്വാർത്ഥതയുടെയും അത്യാഗ്രഹത്തിന്റെയും ഒരു മായാ ലോകത്തിലായിരുന്നു. ഇന്ന് ആ മായ മാഞ്ഞതുകൊണ്ട് മനുഷ്യരെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. എന്താ ഇത്? വൈദേഹിക്കും ദേവനുമെതിരെ ഇനി ഒന്നിനും ഞാൻ കൂട്ടുനിൽക്കില്ല. നിങ്ങളെയും ഞാൻ അനുവദിക്കില്ല. എന്ത്? നീയും ചെയ്യില്ല, ഞങ്ങളെ കൊണ്ടും ചെയ്യിക്കില്ലെന്നോ? അവൾ പറഞ്ഞു കഴിഞ്ഞില്ലേ, പിന്നെ മനസ്സിലാവില്ലെന്നുണ്ടോ? അവളെ കണ്ടെങ്കിലും പഠിക്കാൻ നോക്ക്. അല്ല, ഇങ്ങനെ തന്നെ പോവാനാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കും. ദൈവം വീണ്ടും ഒരു അവസരം തന്നിരിക്കാന്ന് കൂട്ടിക്കോ. പോ ഇവിടുന്ന്. ഇത്രയും നാളും നമ്മുടെ കൂടെ നിന്നിട്ട് പെട്ടെന്ന് എന്താ അവൾക്ക് ഇങ്ങനെ ഒരു മാറ്റം? നമുക്ക് നേരെ തിരിഞ്ഞ എന്താ സംഭവിക്കുന്നെന്ന് ഊർമിളയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഊർമിള, ഞാൻ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഈ കണ്ണില്ലാത്ത ഭാര്യയെ ശുശ്രൂഷിക്കേണ്ടി വരുമെന്ന പേടിയാണോ? പെട്ടെന്ന് കാഴ്ച ഉണ്ടാക്കി തരാൻ ശ്രമിക്കുന്ന അത്രയ്ക്ക് സഹിക്കാൻ വയ്യാണ്ടായോ? എന്നെ സ്നേഹിച്ച പഴയ ഊർമിള എന്റെ കൺമുമ്പിൽ നിൽക്കുമ്പോ കാഴ്ച തിരിച്ചു കിട്ടിയില്ലെങ്കിലും പരിചരിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാ. ഇപ്പോഴാണോ നിങ്ങളെ സ്നേഹിച്ച ഊർമിളയെ നിങ്ങൾ കണ്ടത്? ഇന്നലെ തന്നെ ഞാൻ കണ്ടു. പക്ഷെ ഇപ്പോഴാണ് വിശ്വാസമായത്. വാ, പോയിട്ട് വരാം. വാ ഊർമിളെ. മൂന്നാല് ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല. കാർഷികോത്സവം നടക്കുകയാണേ, ഗ്രാമത്തിലേക്കൊന്ന് പോകണം. എന്നാലും ഫോണിൽ വിളിച്ചാൽ കിട്ടൂട്ടോ. യാ, ഡോണ്ട് വറി. ആ, ഓക്കെ ഓക്കെ. ആ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അതെ, ഒന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഞാൻ ശരിയാക്കി കഴിഞ്ഞു. യാ യാ, എനി ടൈം യു ക്യാൻ ഗീവ് മീ കോൾ. യാ യാ, ഓക്കെ. ആ, ബൈ. ദേവേട്ടാ, നമ്മൾ ഗ്രാമത്തിലേക്ക് പോവല്ലോ വൈദേഹി. അപ്പൊ എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ് ആക്കണ്ടേ? ദേവേട്ടാ, എന്താ വൈദേഹി? നമ്മുടെ കുഞ്ഞുവാവ പറയുന്ന കാര്യങ്ങൾ ദേവേട്ടന് വിശ്വാസമാണല്ലോ അല്ലേ? അതെന്താ നീ ഇപ്പൊ അങ്ങനെ ചോദിച്ചേ? അവളെയും നമ്മളെയും രക്ഷിക്കാൻ വേണ്ടി എന്റെ കുഞ്ഞ് കുറെ കാലമായില്ലേ പോരാടാൻ തുടങ്ങിയിട്ട്. ഇതുവരെ എല്ലാം അവള് പറഞ്ഞതുപോലെ തന്നെ നടന്നേ. അതെ ദേവേട്ടാ, ഇപ്പോഴും അവള് ഒരു കാര്യം പറഞ്ഞ ദേവേട്ടനത് കേൾക്കോ? കേൾക്കാതിരിക്കാൻ പറ്റുമോ? കുഞ്ഞാവ് വല്ലതും പറഞ്ഞായിരുന്നോ? പറയേ, എന്താ അവള് പറഞ്ഞേ? നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് നമ്മള് ഗ്രാമത്തിലേക്ക് പോകുന്നത് ഇഷ്ടമല്ല ദേവേട്ടാ. എന്താ? അതെ ദേവേട്ടാ, നമ്മളോട് അവിടേക്ക് പോണ്ടെന്ന് അവള് പറഞ്ഞത്. അതെന്താ? അവരെല്ലാം അവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കല്ലേ. അവര് നമ്മുടെ സ്വന്തം പ്രജകളാ. നമുക്ക് ദോഷം വരുന്ന അവരൊരിക്കലും സഹിക്കില്ല. എന്തിനാ കുഞ്ഞാവെ അങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞു? ഒരാപത്തും പറഞ്ഞിട്ടല്ലല്ലോ വരുന്നേ. എല്ലാം നല്ലതാണെന്ന് കരുതുന്നിടത്താ ചീത്ത നമ്മളെ വേട്ടയാടുന്നേ. ഒരു കാര്യമില്ലാണ്ട് വെറുതെ കുഞ്ഞുവാവ നമ്മളോട് വേണ്ടെന്ന് പറയില്ലല്ലോ. പക്ഷെ വാക്ക് കൊടുത്തു പോയില്ലേ, നമ്മൾ ചെല്ലും, നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കൊക്കെ അറുതി ഉണ്ടാക്കാന്ന് പറഞ്ഞ വാക്കിനെ മാറ്റാൻ പറ്റുമോ? എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും ചെയ്യും വേണ്ട. അവിടേക്ക് പോവാതിരുന്നാ മാത്രം മതിയല്ലോ. അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തോളൂ. എത്ര കാശ് വേണമെങ്കിലും കൊടുത്തോ. അവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അങ്ങനെ എല്ലാത്തിനും കാശ് മാത്രം പോരാ വൈദേഹി. കൃഷി ശരിക്കും നടത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അന്നദാതാക്കളെല്ലാം കൃഷി ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് എന്തിനും ഏതിനും നമ്മളുണ്ടെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാക്കണം. അതിന് നമ്മൾ അവരോടൊപ്പം ഉണ്ടെങ്കിലേ മതിയാകൂ. ദേവിഡിന് എന്ത് പറഞ്ഞാലും കൊള്ളാം. ഒരു വട്ടം അവിടേക്ക് പോയി പാമ്പ് കടിച്ചത് മറന്നോ? മരണത്തിന്റെ വക്ക് വരെ പോയതല്ലേ. വീണ്ടും അങ്ങോട്ടേക്ക് പോയാ എന്ത് അബദ്ധം വരാന്ന് ആർക്കറിയാം. പേടിയാവുന്നു ദേവേട്ടാ. മാത്രമല്ല നമ്മുടെ കുഞ്ഞുവാവ വേണ്ടെന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ടാ പോണ്ടെന്ന് ഞാനിങ്ങനെ വാശി പിടിക്കുന്നെ. പോവണ്ട ദേവേട്ടാ. എന്തോ ആപത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞ് പേടിച്ച് വീട്ടിൽ ഒളിച്ചിട്ട് എന്താ കാര്യം? അതല്ലേ വൈദേഹി ഏറ്റവും വലിയ വിവരക്കേട്. എന്തോ അപകടം ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ പേടിക്കല്ല ദേവേട്ടാ. ഉറപ്പായിട്ട് നടക്കുന്ന കുഞ്ഞുവാവ പറഞ്ഞതുകൊണ്ടാ ഞാൻ പറയുന്നേ. നമ്മുടെ കുഞ്ഞുവാവ പറഞ്ഞത് ഇതുവരെ നടക്കാതിരുന്നിട്ടുണ്ടോ ദേവേട്ടാ? അവിടേക്ക് പോയാ ഉണ്ടാവാനിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കാന്നുള്ളത് അസാധ്യമാണ്. പ്രശ്നമെന്ന് പറഞ്ഞാ അതെന്ത് പ്രശ്നം? അത് നമ്മുടെ മോട് പറയാതിരിക്കില്ല.
എന്ത് പ്രശ്നത്തെക്കുറിച്ച് അവള് പറഞ്ഞെന്നും കൂടി പറ. അപ്പൊ അതിനെ നേരിടാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചോളാം. ആപത്ത് അടുത്ത് വന്നോണ്ടിരിക്കുക. നീ കണ്ട ദുസ്വപ്നം സത്യമാകാൻ പോവുകയാണ് വൈദേഹി. പറയൂ വൈദേഹി, എന്ത് പ്രശ്നം അവിടെ ഉണ്ടാവുക? എനിക്കറിയില്ല ദേവേട്ട, അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടേക്ക് പോവുകയാണെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയില്ല എന്ന് മാത്രം എനിക്കറിയാം ദേവേട്ട. അതുകൊണ്ടാ പോവണ്ട എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് പിടികിട്ടി. ഇത് നിന്റെ പേടി മാത്രം, അതായത് നിന്റെ അവിശ്വാസം. ദേവേട്ട, പിന്നല്ലാതെ എന്താ? ഏതോ ഒരു അപകടം വരുമെന്ന് മുൻകൂട്ടി അറിയുകയാണെങ്കിൽ അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരം കണ്ടെത്തല്ലേ വേണ്ടേ? അല്ലാതെ പേടിച്ചോടിയാ ആ അപകടം നമ്മുടെ പുറകെ വന്ന് നമ്മളെ വേട്ടയാടുന്ന ഉറപ്പാ. അതുകൊണ്ട് ആ അപകടത്തെ നമ്മൾ നേരിടാൻ പോവാ. അതുകൊണ്ട് നമ്മൾ പോകും. ദേവേട്ട, എടാ, ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ലെന്ന് ഓർക്കണം. നമ്മളെ വിശ്വസിക്കുന്ന ഒത്തിരി പേരുമായി ബന്ധമുള്ള കാര്യ. ഇനി എന്ത് പ്രശ്നമാണെങ്കിലും വരട്ടേന്നേ, നമുക്ക് നേരിടാലോ. എന്തായാലും ഗ്രാമത്തിലേക്ക് പോയേ പറ്റൂ. ദേ, ഇതിൽ യാതൊരു മാറ്റവും ഇനിയില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും ദേവേട്ട മനസ്സിലാക്കുന്നില്ലല്ലോ. പ്രശ്നമെന്ന് വെച്ചാ വലിയ ചെറിയ പ്രശ്നമാണെന്ന് കരുതുന്നുണ്ടാവും. കുഞ്ഞുവാവേ, നീ കേട്ടായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടും കേട്ടില്ല. പ്രജകളെ കാണാൻ പോയേ തീരുമെന്ന്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നോർത്ത് എനിക്ക് പേടിയാവുന്നു. ഇനി എന്ത് പറഞ്ഞ് പിടിച്ചു നിർത്തുക? ഈശ്വര, ഞാൻ സമ്മതിക്കില്ല ദേവേട്ട. എന്ത് വന്നാലും ദേവേട്ടൻ എവിടേക്ക് പോകരുത്. മറ്റന്നാള് നല്ല ദിവസാണ് തിരുമേനിയോട് ചോദിച്ചപ്പോ പറഞ്ഞത്. അതുകൊണ്ട് അന്ന് തന്നെ നമുക്ക് നാട്ടിലേക്ക് പുറപ്പെടാം. അപ്പോ ഏടത്തിയുടെ കണ്ണോപ്പറേഷനോ? ലേസർ ഓപ്പറേഷൻ അല്ലേ, 2 ദിവസം കൊണ്ട് വീട്ടിലെത്താം. ഓ, അങ്ങനെയാണോ? എന്നാ നമുക്ക് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാല്ലേ? കർഷകരെ ആശ്വസിപ്പിച്ചാൽ മാത്രം പോരാ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം. അതിനുള്ള കാര്യങ്ങൾ കൂടി നീ നോക്കും. അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ നമ്മുടെ അക്ഷയപാത്രം പൂർത്തിയായിരുന്നെങ്കിൽ ഈ കർഷകർക്ക് സഹായത്തിന് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട ആവശ്യം വരില്ലായിരുന്നു. ഇപ്രാവശ്യം അതുകൂടെ നമുക്ക് ചെയ്തു കളയാം. ഇപ്പൊ ഊർമിളയും നമ്മളോടൊപ്പം ഉണ്ട്. അവൾ ഒന്നിനും എതിരെ നിൽക്കില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം ഇന്ദു അമ്മേ? ഞങ്ങളും ഈ കുടുംബത്തിലെ അംഗമാണെന്ന് അറിയാലോ. ഞങ്ങൾ തടസ്സം നിന്നാലും ഒന്നും നടക്കില്ല. സുഹാസിനി, അമ്മ പറഞ്ഞത് സത്യമല്ലേ വല്യമ്മേ? ഞങ്ങളോട് ചോദിക്കാണ്ട് എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ തന്നെ എടുത്താ എങ്ങനെയാ? ആദ്യം ഈ ട്രസ്റ്റിന്റെ അധികാരി ആരാണെന്ന് തീരുമാനിക്കണ്ടേ? അതിപ്പോ പുതുതായി തീരുമാനിക്കാൻ എന്തിരിക്കുന്നു? ദേവനാണ് അധികാരി എന്നേ എന്റെ മോൻ പറഞ്ഞിട്ട് പോയതാ. എന്നിട്ട് ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത് എന്താ? വല്യച്ഛൻ പറഞ്ഞാൽ മാത്രം പോരാ. ഈ കുടുംബത്തിൽ ഒരാളുടെ അംഗീകാരം കിട്ടിയില്ലെങ്കിലും അവർക്ക് അധികാരിയാവാൻ പറ്റില്ല. അവരുടെ തീരുമാനങ്ങളും വിലപ്പോവില്ല. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ഇപ്പൊ അക്ഷയപാത്രം നടക്കാൻ പാടില്ലെന്നാണോ? ഞങ്ങൾ എന്തിനാ അങ്ങനെ പറയണം? ഒരിക്കലും പറയില്ല. പക്ഷെ ഒരു കാര്യം, ഞങ്ങൾക്കും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അധികാരം ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. ആദ്യം നല്ല മനുഷ്യരായി മാറ്. അപ്പൊ അർഹിക്കുന്ന പല പദവികളും നിങ്ങൾക്ക് കിട്ടും. എന്നുവെച്ചാ എന്താ നിന്റെ ഉദ്ദേശം ദേവ? ഞാൻ പറഞ്ഞത് സത്യ. നല്ല മനുഷ്യരുടെ ചിന്താഗതി ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യരെ തിരിച്ചറിയാൻ കഴിഞ്ഞാനെ. ഇപ്പോഴും ഞാൻ പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആ പദ്ധതി എങ്ങനെ ഉപയോഗിക്കാന്നുള്ള ദുരുദ്ദേശം മാത്രം എനിക്ക് നിങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. അത് ഞാനുള്ളിടത്തോളം നടക്കില്ല. എങ്കിലും ആക്ഷേപാത്രം നടക്കുന്നു കരുതണ്ട. അതിപ്പം നടന്നാലും നടന്നില്ലെങ്കിലും കർഷകർക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന സഹായങ്ങളൊന്നും ആർക്കും തടയാൻ പറ്റില്ല. സഹായം വെച്ചാ 10,000 25,000 ഒന്നും അല്ലല്ലോ. എത്രയാവും അറിയാവോ? 10-15 കോടികൾ വേണമായിരിക്കും. വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുക. അത്രയും പണം എവിടുന്ന് കിട്ടും ദേവാ? അതിലും ഞങ്ങളുടെ പങ്കുണ്ട്. അതിലെങ്ങനെ നിങ്ങളുടെ പങ്ക് വരിക? അതൊക്കെ ഭാഗം വെച്ച് കഴിയുമ്പോ നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ കിട്ടിക്കോളും. അതുവരെ കൂട്ടുകുടുംബത്തിലെ ഓരോ അംഗവും പാലിക്കേണ്ട ഓരോ നിയമങ്ങളുണ്ട് ഇവിടെ. അമ്മേ, എനിക്ക് ഒത്തിരി ജോലി തിരക്കുണ്ട്. ഞാനൊന്ന് പോയിട്ട് വരാം. എന്ന് ചെല്ലുമോനെ. ആ ചെല്ല്. ഞങ്ങളുടെ അവസരം വരുമ്പോ വീട്ടുകാരാണെന്ന് പറയും. അല്ലാത്തപ്പോ ശത്രുക്കളെക്കാളും കഷ്ടപ്പെട്ട് പെരുമാറുന്ന നിന്റെ ഇപ്പൊ ശീലമായിരിക്കുക. ഞങ്ങളുടെ സമ്മതപത്രം ഇല്ലാതെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ.
അമ്മ വന്നേ. അല്ല, ഇവരുടെ മനസ്സിലിരിപ്പ് എന്താ അമ്മേ? അവരോട് പോവാൻ പറ. അവരെന്ത് ചെയ്യാനാ കൗസല്യേ? ദേവനും അജയനും ഉണ്ടല്ലോ, അവന്റെ കാര്യം അവര് നോക്കിക്കോളൂ. ഇത് മതി. ഇക്കാര്യം പറഞ്ഞ് ദേവേട്ടനെ നാട്ടിലേക്ക് അയക്കാതിരിക്കാൻ ശ്രമിക്കണം. എന്റെ ദേവേട്ടനെ അപകടപ്പെടുത്താനിരിക്കുന്നവരെ കൊണ്ട് തന്നെ ദേവേട്ടനെ തടസ്സപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. അവിടെ കർഷകർക്ക് സഹായം കിട്ടാൻ വേണം. എന്റെ ദേവേട്ടന് അപകടം ഒന്നും ഉണ്ടാവരുത്. ദേവേട്ടൻ ഈ പ്രാവശ്യം നാട്ടിലേക്ക് പോവരുത്. അവരെന്ത് ചെയ്യാൻ മുന്നിട്ടിറങ്ങിയാലും അതിനെല്ലാം നമ്മൾ തടസ്സം നിൽക്കണം. എന്നാ മാത്രമേ നമ്മുടെ വില എന്താന്ന് അവര് മനസ്സിലാക്കൂ. നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞാ ഇവിടെ ഒന്നും തന്നെ നടക്കില്ലെന്ന് അവര് മനസ്സിലാക്കട്ടെ. അപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തും ഇവര് തന്നെ താനെ തരും. ശത്രുക്കളും ചില നേരത്ത് ഉപകാരപ്പെടും. ഇപ്പൊ നിങ്ങളുടെ ഈ ശത്രുത എന്റെ ദേവേട്ടനെ രക്ഷിക്കാൻ ഞാൻ ഉപയോഗിക്കാൻ പോവാ. ഹലോ ദേവേട്ട. ദേവേട്ട, എങ്ങനെയെങ്കിലും ദേവേട്ടൻ ആ കാശുമായിട്ടേ വരാൻ പാടുള്ളൂ. ഇനി തികയുന്നില്ലെങ്കിൽ എന്റെ സ്വർണങ്ങളെല്ലാം ദേവേട്ടൻ വിറ്റോളൂ. പക്ഷെ കാശ് ഉറപ്പായിട്ടും കൊണ്ടുവന്നേ പറ്റൂ. രാജഗുരുക്കള് രഹസ്യമായിട്ട് നമ്മളോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലെ? നമ്മുടെ പ്രജകളെ സഹായിക്കുകയാണെങ്കിൽ എന്നും രാജാധികാരം നമ്മുടെ കയ്യിലിരിക്കും. നമുക്ക് ശേഷം നമ്മുടെ കുട്ടികൾക്കും കിട്ടുമെന്നല്ലേ? അങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ ഇപ്പൊ നടക്കുന്ന ഈ കാർഷികോത്സവം നമുക്ക് പറ്റിയ അവസരം. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ആ കാർഷികോത്സവം ഇപ്പൊ അവിടെ നടക്കുന്നത് തന്നെ. എന്ത് ചെയ്താലും വേണ്ടില്ല, ഒരിക്കലും ഇത് വിട്ടുകളയാൻ പാടില്ല. ആരൊക്കെ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും അവിടേക്ക് പോയേ മതിയാവും. കർഷകരെ സഹായിച്ചേ പറ്റൂ. നമ്മുടെ കുഞ്ഞിന്റെ നല്ല ഭാവിക്ക് ഒരു കുറവും ഉണ്ടാവരുത്. അവിടുന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയിലേക്ക് പ്രകാശം തെളിയിക്കാൻ പോകുന്നത്. എന്ന് ശരി ദേവേട്ട, കാശ് എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുവന്നേക്ക്. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണം. നല്ലത് ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് ആരൊക്കെ തടസ്സം നീക്കാൻ ശ്രമിക്കുകയാണെങ്കിലും അത് അവർക്ക് തിരിഞ്ഞു ഫലിക്കൂ എന്നുള്ളത് അവര് തന്നെ മനസ്സിലാക്കട്ടേന്നേ. കാശ് നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നാ മതിയേ. ഇതെന്താടാ? സംസ്ഥാനത്തെ പ്രജകളെയെല്ലാം രാജാവിന്റെ സ്ഥാനത്ത് നിന്ന് സഹായിച്ച അടുത്ത എല്ലാ തലമുറകളിലും അവരുടെ മക്കൾക്ക് തന്നെയായിരിക്കും രാജപദവി എന്നല്ലേ? ഒടുക്കത്തെ ബുദ്ധിയാണല്ലോ ഇവൾക്ക്. അതുകൊണ്ടാണല്ലേ ദേവൻ സ്വന്തം കാശിനൊപ്പം നമുക്ക് അവകാശപ്പെട്ടതും ചേർത്ത് കർഷകരെ പരിരക്ഷിക്കാൻ പുറപ്പെടുന്നത്. അവൻ കാശ് കൊണ്ടുവരട്ടെ. ആ പണം അവൻ വിചാരിച്ചിടത്ത് എത്താതിരുന്നാ പോരെ. അതൊക്കെ നമുക്ക് കിട്ടും. അർഹതപ്പെട്ടവര് നമ്മളാണമ്മേ. എനിക്ക് വേണ്ടത് ഇത് തന്നെയായിരുന്നു. അവിടെ കിട്ടേണ്ട സഹായം എങ്ങനെ അവിടെ എത്തിക്കണം എന്നുള്ളത് എനിക്കറിയാം. എന്റെ ദേവേട്ടൻ പോവാതിരുന്നാൽ മാത്രം മതി. അത് നിങ്ങൾ വിചാരിച്ചാലേ നടക്കൂ. എന്തായി മോനെ, കാശൊക്കെ വിഡ്രോ ചെയ്തോണ്ട് വന്നോ? കൊണ്ടുവന്നിട്ടുണ്ടമ്മേ. മൊത്തം ഒരു 5 കോടിയുണ്ട്. പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ ഇനി പണമൊന്നുമില്ല. അതെന്താ ദേവേട്ട, അത്രയും കമ്പനികളും ഇത്രയും കോടിയുടെ ടേൺ ഓവർ ഉണ്ടായിട്ടും 5 കോടി എടുത്തപ്പോഴേക്കും തീർന്നു പോയെന്നോ? അതിന് കമ്പനി അക്കൗണ്ടിൽ നിന്ന് നമുക്ക് തോന്നുന്ന പോലെ പണം എടുക്കാൻ പറ്റില്ല വൈദേഹി. ഇത് നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിലെ കാശ് എടുത്തേ. സാരമില്ല ദേവ, തൽക്കാലത്തേക്ക് ആകാശം മതിയാവില്ലേ? പിന്നുള്ളത് പിന്നെ നോക്കാം. ശരി. വൈദേഹി, ഈ കാശ് കൊണ്ടുപോയി സൂക്ഷിച്ച് അകത്തെടുത്ത് വെക്ക്. ശരി ദേവേട്ട. ഈ കാശ് എടുത്തോണ്ട് പോയി അവർക്ക് ദാനം ചെയ്തിട്ട് അവർക്ക് കോടികളുടെ ആസ്തിക്ക് അനന്തരാവകാശികളാവണം. ഇത് നടക്കാൻ പാടില്ല വരും. അത് അമ്മ പറയേണ്ട കാര്യമുണ്ടോ? ഇത്രയും നാളും കാത്തിരുന്നത് എന്തിനാ? ആസ്തിയല്ല അവരുടെ കൈ കൊണ്ട് കൊടുക്കാനോ? ഈ കാശ് ദേവൻ അവർക്ക് ദാനം ചെയ്യാൻ ഞാൻ അനുവദിച്ചിട്ട് വേണ്ടേ? അതങ്ങ് അടിച്ചു മാറ്റിയ പണി കഴിയൂലേ അമ്മേ? സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം വരും.
പിടിക്കപ്പെട്ട എല്ലാം അതോടെ തീരും. ആരുടെയെങ്കിലും ഒരടിയൊന്ന് പിഴച്ചു കിട്ടിയ അത് മതി അമ്മേ. ഞാൻ അടിച്ചു മാറ്റിക്കോളാം. അവരൊരിക്കലും ലക്ഷ്യത്തിലെത്തരുത് വരുണേ. ഉം. വൈദേഹി, വൈദേഹി, ആ ദേവേട്ട. നിന്റെ വാക്കനുസരിക്കാതെ പോയതുകൊണ്ട് നിനക്ക് വിഷമായി കാണൂല്ലേ? ഇല്ല ദേവേട്ട, പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടി ദേവേട്ടൻ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ എന്റെ ദേവേട്ടന് എത്ര വലിയ മനസ്സാന്ന് അഭിമാനം തോന്നി. ഏതായാലും എന്നെ മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞല്ലോ. ഈ കാശിന് ഒരുപാട് ആവശ്യമുള്ള കർഷകരാ അവിടെയുള്ളത്. ഇത് നീ സൂക്ഷിച്ചു വെക്കണം. ശരി ദേവേട്ട, ഇതിവിടെ സുരക്ഷിതമായിരിക്കും. ഇത് ഉറപ്പായിട്ട് അവരുടെ കയ്യിൽ തന്നെ ചെന്നെത്തും. പക്ഷെ ദേവേട്ടനെ ഞാൻ അങ്ങോട്ടേക്ക് അയക്കില്ല. നീ എന്താ ആലോചിക്കുന്ന വൈദേഹി? ഒന്നുമില്ല ദേവേട്ട, ഇപ്പൊ തന്നെ സമയം വൈകി. ദേവേട്ടൻ പോയി കുളിച്ചിട്ട് വാ, കിടക്കണ്ടേ?